എന്റെ തങ്കം, രാഷ്ട്രീയത്തിൽ കാലുവാരൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ജോലിയിൽ ഇതൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാരണം വേണ്ടേ? അല്ല ഇനിയിപ്പോ ക്ലീറ്റ അവിടെ ആരോടെങ്കിലും തല്ലു പിടിച്ചോ? എന്റെ തങ്കം, രാത്രി ഞാൻ ആരോട് തല്ലു പിടിക്കാം? അവിടെ ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്ത് ആരുമായിട്ട് തല്ലു പിടിക്കാനടി? പിന്നെ ഇത് എന്താടി കൊച്ച കാര്യം? നാട്ടിന് ചോദിക്കായിരുന്നില്ല? ചോദിച്ചിട്ട് അയാൾ പറയണ്ടേ? അയാൾ പറയണത് ഇനി ഇങ്ങോട്ട് ജോലിക്ക് വരണ്ട, പൈസ എന്താന്ന് വെച്ചാൽ വന്ന് മേടിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇന്നലെ രാത്രിയും കൂടെ പോയിട്ട് വന്ന മനുഷ്യനാണ്. ഓ ഓ ഓ ഓ ഓ ഇത് സംഗതി എനിക്കിപ്പോ മനസ്സിലായി. എന്ത് എടീ, അയാള് 2 ദിവസം മുമ്പ് കടയുടെ അവിടെ രാത്രിയിലൊന്ന് വന്ന് കാർ നിർത്തി എന്തോ ആവശ്യമായിട്ട് വന്നു. അപ്പം ഞാൻ ഡോറ് തുറന്നു കൊടുത്തില്ല. എന്തിന്? അങ്ങനെ ഡോർ തുറന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, എന്തിന്? ഞാൻ അതല്ലല്ലോ എന്റെ ജോലി. അതായിരിക്കും, അതിന്റെ പക പോക്കലാണിത്. പക പോക്കാൻ വന്നേക്കണ ക്ലീറ്റ ആരാന്ന അയാളുടെ വിചാരം ആരാ? എന്നെ പോലൊരു പ്രമുഖനെ ഞാൻ എന്നിട്ട് ഞാനുണ്ടല്ലോ തങ്ക, അയാൾ വന്നപ്പോ ഞാൻ എണീറ്റ് ഇങ്ങനെ കസേര എണീറ്റേ ഇങ്ങനെ നിന്നു. ഞാൻ ആ മര്യാദ കൊടുത്തു. എന്താണ് അയാളെന്താ രാജാവോ? ഒന്നുകിലത് ഇനി, അല്ലെങ്കിൽ എന്റെ വേറൊരു സംശയം, കടയില് പണിക്കാർ കുറെ ബംഗാളികളാണ്. ഇനി അവന്മാരെ ആരെങ്കിലും ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് അവന്മാർ ആ ജോലിക്ക് നിയമിച്ചിട്ടുണ്ടാവും. അവർക്കാകുമ്പോ അത്ര സാലറി കൊടുക്കണ്ടല്ലോ. സാലറി എന്നല്ല, അവന്മാർക്ക് ഇച്ചിരി ഉരുളക്കിഴങ്ങും മുഴുങ്ങി വെച്ചെടുത്ത് ഇച്ചിരി പച്ചരി ചോറും കൊടുത്താൽ അവർ ജോലി ചെയ്തോളും. നമ്മളതിന് കിട്ടില്ലല്ലോ. കിട്ടൂലല്ലോ. ഉണ്ടോ കളി? ആ, അവനെന്താന്ന് ചോദിക്കട്ടെ. എന്തായടാ ചോദിച്ച അയാളോട്? ആ, എന്ത് തെണ്ടിത്തരാടാ ഈ പാവത്തിനോട് അയാൾ ചെയ്തത്? അളിയാ, നിന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ആയിപ്പോണേ എന്തേ? കഷ്ടമാണ് കേട്ടോ. കഷ്ടമാണോന്നോ? വെറുതെ ആ മനുഷ്യനെ കൊണ്ടുവന്ന് നാണം കെടുത്തിയിട്ട് ഈ പാവം സ്വന്തം നിലയും വിലയും നോക്കാതെ പ്രമുഖൻ എന്നുള്ള പേര് മാറ്റി എനിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോയതാ. ഇങ്ങനെ നാണം കെടുത്താൻ പാടുണ്ടോ? എന്റെ പാർട്ടിയിലെ പിള്ളേരുണ്ടല്ലോ, അവര് രാത്രി വന്ന് എന്നെ കണ്ടിട്ട് അവരെ കണ്ണ് നിറഞ്ഞു തങ്കാവും. ഞങ്ങളെ നേതാവ് ഈ അവസ്ഥയിൽ ഇരിക്കണത്. പിന്നെ ഞാൻ അവരെ സമാധാനിപ്പിച്ചു വിട്ടു. ഒരു കാര്യം പറയാളിയാ, അയാളടുത്ത് ചോദിക്കാനും പറയാൻ ആളില്ലാതൊന്നും വിചാരിക്കില്ലെന്ന് പറ. എന്റെ പാർട്ടിയിലെ പിള്ളേരെല്ലാം കൂടെ വന്നാണ്ടല്ലോ. അല്ല, ഇനി തിരിച്ചു വിളിച്ചാലും പോവണ്ട. പിന്നെ പട്ടി അല്ലെങ്കിൽ പിന്നെ അയാള് വരുമ്പോഴത്തേക്ക് ഡോർ തുറന്നു കൊടുക്കാനില്ലേ ക്ലീറ്റോ ചേട്ടൻ അവിടെ പിടിച്ചിരിക്കുക? പോവണ്ട, അതൊക്കെ പള്ളിക്കെന്ന് പറഞ്ഞാൽ മതി. അല്ലേ ഈ അളിയന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് അളിയന് തോന്നുന്നുണ്ടോ? എന്റെ കർത്താവേ, ഇതിന് ഞാൻ ഇരിക്കുന്ന കസേരയ്ക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞു തന്നല്ലേ ഞാൻ എങ്ങനെയാണ് അവിടെ ജോലി ചെയ്തതെന്ന്. ഒരു ഇതുപോലെ സത്യം ഞാൻ പറഞ്ഞത്. എന്റെ പാർട്ടിക്ക് വേണ്ടി പോലും ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല അളിയാ, സത്യം. അല്ലെ നീ ഡ്യൂട്ടി സമയത്ത് ഇനി ഉറങ്ങാൻ അങ്ങനെ എന്തെങ്കിലും? എന്ത് വർത്താനോ കനക നീ പറയണത്? ഉറങ്ങാനോ ക്ലീറ്റോയോ? ആ പാവതെ കണ്ടിവിടേക്ക് ഇരിക്കണ തടിച്ചുറങ്ങാതിരുന്നിട്ട് എന്തോരം കുലുക്കി വിളിച്ചാലും ഇവിടെ വരുമ്പോ എഴുന്നേക്കണിച്ചിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി. എനിക്ക് ഉറക്കം വന്നാൽ പോലും ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി വീണാ പിന്നെ ഈർക്കിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കണ്ണി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ കടയ്ക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്തേക്കണത്. എന്നിട്ട് ഇങ്ങനെ ഒരു കൊള്ളരുതായി കാണിക്കാന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിരുന്നോ? ഓ, അതാണ് പ്രശ്നം. നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ചെയ്ത പ്രശ്നമാണെങ്കിൽ ഞാൻ ഡേ ഡ്യൂട്ടിയും കൂടെ ചെയ്യാം. ഒരു മനുഷ്യൻ ഒരു രീതി ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് ഞാൻ സഹകരിച്ചിട്ട്. അല്ല, ഈ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാതിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്, സ്ഥാപനം ഏൽപ്പിക്കുന്നത് നിങ്ങളുടെ മാത്രം വിശ്വസിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഉറങ്ങാതിരിക്കണം. അളിയത് ആരുറങ്ങി അളി, ആരുറങ്ങി? ഇത് നീ ആരോട് പറയണത്? എന്റെ കർത്താവേ, നീ മേളിൽ നിന്നെല്ലാം കണ്ടല്ലോ. ഓ, കർത്താവ് മേളിയിരുന്ന് കണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. കണ്ട വേറൊരാളുണ്ട്, CCTV. അത് ശരിയാവത്തില്ല, നമുക്ക് ഇപ്പൊ കഴിക്കാം. ഇവിടെ അൻസാറേ, ഒരു ഉത്തരവാദിത്തമായിട്ടൊരു ജോലിയിലിരിക്കുന്ന ആൾ ഇത് കഴിക്കാനൊന്നും ശരിയല്ല. അതെ അൻസാറേ, വേണ്ടളിയാ. ഒരു കുഴപ്പമില്ല അൻസാറേ, എനിക്ക് ഒരെണ്ണം മതിയേ. ഞാൻ ഒരെണ്ണേ കഴിക്കുള്ളേ. ഒരെണ്ണം ഇപ്പൊ കഴി. ഒരു നല്ല മാങ്കനിയായി കണ്ടല്ലോ, നീ എന്നെ വിളിച്ച് പറഞ്ഞ ഉടനെ ഞാൻ കടയിലേക്ക് ചെന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ പുള്ളി എന്നെ ഇതാ കാണിച്ചിരുന്നത്. ഞാൻ വന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എവളുടെ നമ്പർ എടുത്ത് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അളി, സെക്യൂരിറ്റി പണി എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട പണിയൊന്നുമല്ല. ഒരാളൊരു സ്ഥാപനം നമ്മളെ ഏൽപ്പിക്കുന്നത് വിശ്വസിച്ചിട്ടാണ്. അവിടെ വിശ്വാസം തന്നെയാണ് നീ കാണിച്ചത്. ഈ തോന്നിയ ദിവസം കാണിക്കുകയല്ല നിന്നെ അവിടെ വിളിച്ചു വരുത്തിയത്. അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ ഇനിയിപ്പോൾ സ്വയം നന്നാവാന്ന് വിചാരിച്ച പോലും നടക്കൂല. കാരണം അളിയുടെ തലവര നല്ലതല്ല.